ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏറെ തലമുറകൾക്ക് തേനും മധുരവും നൽകി തണലും കുളിരുമേകി ഒരു മുത്തശ്ശിമരം. കൊച്ചുകുട്ടികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ഈ പുണ്യവൃക്ഷത്തെ ആദരിച്ചു. പ്രകൃതിയുടെ വരദാനമായി മാറിയ മുത്തശ്ശിമാവിനെ ആദരിച്ചത് വൃക്ഷങ്ങളോടും പ്രകൃതിയോടുമുള്ള സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അധ്യാപക മേഖല ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ത്യൻ സ്ത്രീത്വം അനുഭവിക്കുന്നതെന്ന് കെ ശൈലജ. സ്ത്രീ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല. BSNL അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പൌരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സ്ത്രീത്വം അനുഭവിക്കുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ശൈലജ കോഴിക്കോട് മഹിളകളുടെ പ്രതിരോധ ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിക്കുന്ന ആക്രമണങ്ങളിലും ലൈംഗിക പീഡനങ്ങളിലും പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാനാഞ്ചിറയ്ക്ക് ചുറ്റും പ്രതിരോധ ശൃംഖല തീർത്തു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ത്യൻ സ്ത്രീത്വം അനുഭവിക്കുന്നതെന്നും സമൂഹത്തിൽ വേദനയനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഭരണാധികാരത്തിൽ പങ്കുകിട്ടുമ്പോൾ മാത്രമേ അവർ കൂടുതൽ സ്വാതന്ത്ര്യമാകുന്നുള്ളൂ എന്നും അവർ പറഞ്ഞു. അപ്പൊ യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ല എന്ന് ഭരണഘടനക്കകത്ത് ഭരണഘടന തൊട്ട് ആണയിടുന്ന ഭരണാധികാരികൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ എന്താ ഇന്ത്യൻ സ്ത്രീ സമൂഹത്തിന്റെ അവസ്ഥ? കേരളത്തിലടക്കമുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ത്യൻ സ്ത്രീത്വം അനുഭവിക്കുന്നത്. സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായിട്ട് ഗണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, തരം കിട്ടുന്ന സമയത്ത് ആക്രമിച്ച് കീഴടക്കുകയും അതീവ ഗുരുതരമായ രീതിയിൽ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയരഹിതമായി ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കാൻ സംഘടിതരായ സ്ത്രീകളുടെയും പൊതുസമൂഹത്തിന്റെയും ഇടപെടലിലൂടെ മാത്രമേ കഴിയൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പ്രതിരോധ ശൃംഖല തീർത്തത്. അഡ്വക്കേറ്റ് പി സതീദേവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, ജാനമ്മ കുഞ്ഞുണ്ണി, MK നളിനി, MM പത്മാവതി, CK രേണുകാദേവി, K സിനി എന്നിവർ നേതൃത്വം നൽകി. അധ്യാപക മേഖല ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ നടന്ന അധ്യാപക സാഹിത്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ വിദ്യാഭ്യാസ സമിതി, ഡയറ്റ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി, ഗ്രന്ഥാലയ സംഘം എന്നിവയുടെ സഹകരണത്തോടെ രാഷ്ട്രീയ മാധ്യമിക് അഭിയാൻ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടത്തുന്ന പുസ്തകമേള സമാപിച്ചു. മേളയോടനുബന്ധിച്ച് നടത്തിയ അധ്യാപകരുടെ സാഹിത്യ സദസ്സ് കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക മേഖല ഏറെ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിഷമം പിടിച്ച ഒരു കാലത്താണ്, വെല്ലുവിളികൾ കാലത്താണ് പഠിക്കുന്നത്. അത് വളരെ നല്ലതാണ്. കാരണം നിങ്ങൾക്കും എനിക്കും ഒക്കെ പഠിക്കാനുള്ള ഒരു വാസന അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവണത ഇത് ഉണ്ടാക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. RMSA കൺവീനർ അബ്ബാസ് അലി, വിദ്യാരംഗം കൺവീനർ ബഷീർ കുണ്ടായി എന്നിവർ സാഹിത്യ സദസ്സിൽ പങ്കെടുത്തു. പുസ്തക പ്രദർശനം, വിപണനം, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സാഹിത്യ സദസ്സ്, പുസ്തക ചർച്ച എന്നിവയാണ് 2 ദിവസങ്ങളിലായി RMSAയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്.
BSNL സേവനം ജനോപകാരപ്രദമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും BSNL അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കുന്നതിനും വേണ്ടി മാനാഞ്ചിറ BSNL ഓഫീസിന് മുൻപിൽ കോഴിക്കോട് സിറ്റി പൌരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു. സുഭാഷ് ചന്ദ്രബോസ് പ്രഥമ ദേശീയ പുരസ്കാര ജേതാവ് KT അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. BSNL സേവനം ജനോപകാരപ്രദമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി BSNL അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കുവാൻ കോഴിക്കോട് സിറ്റി പൌരസമിതി സാമൂഹ്യ കലാ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ മാനാഞ്ചിറ BSNL ഓഫീസിനു മുൻപിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രഥമ ദേശീയ പുരസ്കാര ജേതാവ് KT അരവിന്ദാക്ഷൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് BSNLന്റെ സേവനം വളരെ അത്യാവശ്യമാണ്. ബിസിനസ്സുകാർക്ക്, സർവീസ് സ്ഥാപനങ്ങൾക്ക്, അതുപോലെ ഓരോ പൗരനും ടെലിഫോൺ സംവിധാനങ്ങളുടെ ആവശ്യം നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ BSNLന്റെ കാര്യക്ഷമത വളർത്തിയെടുക്കണം, BSNLന്റെ സേവനം മെച്ചപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. സാമൂഹ്യ കലാ സാംസ്കാരിക സംഘടന വൈസ് പ്രസിഡന്റ് M. കുഞ്ഞിരാമൻ ഉണ്ണി അധ്യക്ഷം വഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു മുഖ്യാതിഥിയായി. ഡോക്ടർ TM രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP. സൂര്യനാരായണൻ, CV. ദേവ്, P. അനിൽ ബാബു, K. റുക്കിയ BV, KK വേലായുധൻ, K. ശോഭന, TC സാമി, എഴുത്തുപള്ളി മനോഹരൻ, K. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന വാർഷികം മാർച്ച് 2, 3 തീയതികളിൽ നടക്കും. മാതാ അമൃതാനന്ദമയി ദേവി വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 2 ദിവസങ്ങളിലും അമ്മ ഭക്തർക്ക് ദർശനം നൽകും. മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആശ്രമം പ്രതിനിധികൾ പറഞ്ഞു. വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന വാർഷികം 2015 മാർച്ച് 2, 3 തീയതികളിൽ നടക്കും. വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി മാർച്ച് 1 വൈകിട്ട് കോഴിക്കോട്ടെത്തും. ആശ്രമാങ്കണത്തിൽ അമ്മയെ പൂർണ്ണ കുംഭത്തോടെ വരവേൽക്കും. 2-ാം തീയതി രാവിലെ 5:30 മണിക്ക് നടക്കുന്ന ധ്യാനത്തോടെ ബ്രഹ്മസ്ഥാന വാർഷികത്തിന് തുടക്കമാകും. തുടർന്ന് ലളിത സഹസ്രനാമാർച്ചന നടക്കും. രാവിലെ 7:30 മണിക്ക് രാഹുദോഷ നിവാരണ പൂജ ഉണ്ടാവും. 3-ാം തീയതി രാവിലെ 7:30 ശനിദോഷ നിവാരണ പൂജ നടക്കും. 2 ദിനങ്ങളിലും രാവിലെ 11 മണിക്ക് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, അമ്മ നയിക്കുന്ന ധ്യാനം, തുടർന്ന് അമ്മ ഭക്തജനങ്ങൾക്ക് ദർശനവും നൽകും. 2-ാം തീയതി രാവിലെ 11 മണിക്ക് കോഴിക്കോട് ആശ്രമം പ്രസിദ്ധീകരിക്കുന്ന സുവനീർ കോഴിക്കോട് സാമൂതിരി രാജ നോവലിസ്റ്റ് P. വത്സലയ്ക്ക് നൽകി പ്രകാശനം ചെയ്യും. 2 ദിവസങ്ങളിലും ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം സംഘാടക സമിതി ഒരുക്കുന്നുണ്ട് എന്ന് ആശ്രമ മഠാധിപതി സ്വാമി വിവേകാമൃത ചൈതന്യ പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് P. K. ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, V. രവീന്ദ്രൻ, K. ഗോപാലകൃഷ്ണൻ, MP. പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ബാലൻ, M. മുകുന്ദൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുനിസിപ്പൽ കോർപ്പറേഷൻ പെൻഷനേഴ്സ് അസോസിയേഷന്റെ 28-ാം വാർഷിക സമ്മേളനം കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കോർപ്പറേഷൻ പെൻഷനേഴ്സ് അസോസിയേഷന്റെ 28-ാം വാർഷിക സമ്മേളനം കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് ആകർഷകമായ ജോലികൾ ഉണ്ടായിട്ടും നമ്മളാരും മറ്റ് ആ ജോലികൾ അന്വേഷിച്ച് പോകാതിരുന്നതെന്ന് തോന്നിച്ചാണ്. ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നമുക്ക് ഉറപ്പുള്ള സുരക്ഷിതത്വമാണ് നമ്മുടെ അത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നാക്കം വലിച്ചത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാലാകാലങ്ങളായി സമരങ്ങളിലൂടെ നേടിയെടുത്ത 5 വർഷം കൂടുമ്പോൾ നടത്തേണ്ടുന്ന ശമ്പള പെൻഷൻ പരിഷ്കരണ പദ്ധതി അട്ടിമറിക്കുന്നതിനും നീട്ടിക്കൊണ്ടുപോകുന്നതിനും ശ്രമം നടക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗുണകരമാകുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ടെന്നും സംഘടനാ നേതൃത്വം പറഞ്ഞു. സംഘടനാ പ്രസിഡന്റ് P. ചന്ദ്രശേഖരൻ അധ്യക്ഷം വഹിച്ചു. S. അബൂബക്കർ കോയ, D. ഭാസ്കരൻ, M. ഗോപാലകൃഷ്ണൻ, T. K. ബാലഗോപാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ സെക്രട്ടറി K. K. ഭാസ്കരൻ, M. C. തങ്കമണി, M. ഭാസ്കരൻ, P. V. മണി, ശിവശങ്കരൻ P. A. ആലി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
വടകര, കണ്ണൂർ. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. 1000 ഭാരതീയ ഗ്രാമങ്ങളിൽ നിന്നും നെയ്തെടുത്ത കോട്ടൺ കളക്ഷനുകളുടെ അദ്ഭുത ശേഖരവുമായി കല്യാൺ സെൽസ് ഒരുക്കുന്നു ബിഗ് കോട്ടൺ ഫെസ്റ്റ്. ഓരോ ദിവസവും ഫാഷനബിൾ ആക്കാൻ 150 രൂപ മുതൽ കാഷ്വൽ കോട്ടൺ. ഈ സമ്മർ ഡേയ്സ് സ്കൂൾ ഡേയ്സ് ആക്കാൻ 200 രൂപ മുതൽ ടീൻ കോട്ടൺ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ 250 രൂപ മുതൽ ഓഫീസ് കോട്ടൺ. പട്ടിന്റെ പ്രൗഢിനി കോട്ടണിലുമാകാം. 1000 രൂപ മുതൽ പാർട്ടി കോട്ടൺ. 150 രൂപ മുതൽ 4000 രൂപ വരെയുള്ള 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സെൽസ്. വാർത്തകൾ തുടരുന്നു. പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് UP സ്കൂളിന്റെ മുറ്റത്തെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഇളവൂർ മാവിനെ ആദരിച്ചു. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ മാസ്റ്റർ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടികളുടെ മുത്തശ്ശി എന്ന നൃത്തശില്പവും അരങ്ങേറി. കക്കോടി പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് UP സ്കൂളിന്റെ മുറ്റത്ത് ഒരു നൂറ്റാണ്ടിലേറെയായി തണുപ്പും തണലുമേകി തലയുയർത്തി നിൽക്കുന്ന മുത്തശ്ശിമാവിന് നാടിന്റെ ആദരം. സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിന് സാക്ഷിയാകാൻ കൊച്ചുകുട്ടികൾ മുതൽ കാരണവന്മാർ വരെ എത്തിയപ്പോൾ അത് പ്രകൃതിയോടുള്ള സ്നേഹപ്രകടനം കൂടിയായി. 4-5 തലമുറകളുടെ കളിച്ചിരികൾക്കും സുഖദുഃഖങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രകൃതിയുടെ വരദാനമായ ഈ മാവിനെ തറകെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇനിയും ഏറെക്കാലം തണലേകുന്ന ഇതിന് ചുവട്ടിൽ വരും തലമുറയ്ക്ക് ഇരിക്കാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് മുത്തശ്ശി മാവിനെ ആദരിച്ച് വരും തലമുറയ്ക്ക് സമർപ്പിച്ചു. തുടർന്ന് 1ാം തരത്തിലെ വിദ്യാർത്ഥിക്ക് മാവിൻ തൈ നൽകി. PTA പ്രസിഡന്റ് C പുഷ്പാങ്കദൻ അധ്യക്ഷം വഹിച്ചു. SSG മെമ്പർ കോട്ടയിൽ ഉണ്ണി മംഗളപത്രം അവതരിപ്പിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുമായ A അബൂബക്കർ രചനയും സംവിധാനവും നിർവഹിച്ച് സ്കൂൾ ചിൽഡ്രൻസ് തിയേറ്റർ കുട്ടികളുടെ മുത്തശ്ശി നൃത്തശില്പവും അവതരിപ്പിച്ചു. T ശോഭേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ചാലിൽ ബീന, മെമ്പർ OT ശശി, BPO K ഗിരീഷ്, മാതൃസമിതി ചെയർപേഴ്സൺ KP ഷീബ, SMC അംഗം N സുരേന്ദ്രൻ, പ്രധാനാധ്യാപിക A ഉഷാദേവി, സ്റ്റാഫ് സെക്രട്ടറി A സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ ടാലന്റ് ടെസ്റ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കേരള NGO യൂണിയൻ വെസ്റ്റ് ഹിൽ ഏരിയ 33ാം വാർഷിക സമ്മേളനം നടന്നു. NGO യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്നും കേരള NGO യൂണിയൻ വെസ്റ്റ് ഹിൽ ഏരിയ 33ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഗോപാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേതന പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ അവഗണിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ക്ലിപ്ത വരുമാനക്കാരായ ജീവനക്കാർക്കും അധ്യാപകർക്കും വലിയ വരുമാന പ്രശ്നമാണ് അനുഭവപ്പെടുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെ അധികഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് ജീവിതം ദുരിതപൂർണമാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്ന് സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. NGO യൂണിയൻ 52ാം സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് വെച്ച് നടക്കും. NGO യൂണിയൻ വെസ്റ്റ് ഹിൽസ് ബ്രാഞ്ച് സെക്രട്ടറി ജ്യോതിഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് E ശശികുമാർ, V സാഹിർ തുടങ്ങിയവർ സംസാരിച്ചു. ഫറോക്കിലെ പൊതുശ്മശാനത്തിന്റെ കാര്യത്തിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് തൽപര കക്ഷികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ. ഫറോക്കിൽ ആധുനിക ശ്മശാനം പണിയാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും 60 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് DPC അംഗീകാരമായിട്ടുണ്ടെന്നും ഭരണസമിതി സാരഥികൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനികവൽക്കരിച്ച് മാസങ്ങൾക്കകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് ഫറൂഖ് പഞ്ചായത്ത് പ്രസിഡന്റ് വാളക്കട് സരസു, വൈസ് പ്രസിഡന്റ് KT അബ്ദുൽ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
60 ലക്ഷം രൂപ മുടക്കിയുള്ള നവീകരണ പദ്ധതി ജില്ലാ ആസൂത്രണ വിഭാഗത്തിന്റെ അംഗീകാരം നേടിയിട്ടുണ്ട്. ഗ്യാസ് ചൂളയാണ് സ്ഥാപിക്കുക. പരിസരവാസികൾ അടക്കമുള്ളവരുടെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ശ്മശാനത്തിന്റെ ടെൻഡർ ഉടനുണ്ടാകും. പൊതുജന താൽപര്യം കണക്കിലെടുത്ത് കഴിഞ്ഞ ഒക്ടോബർ 13 MLA വിളിച്ചതടക്കം 3 സർവകക്ഷി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ശ്മശാനത്തിന്റെ അടിക്കാട് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി വൃത്തിയാക്കി. കെട്ടിടത്തിനുള്ളിലായിരിക്കും ചൂള. 60 മീറ്ററോളം പൊക്കമുള്ളതാണ് പുകക്കുഴൽ. ഇതുമൂലം സമീപവാസികൾക്ക് ശല്യമില്ല. 40 ലക്ഷം പഞ്ചായത്തും 20 ലക്ഷം MLA ഫണ്ടിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭ്യമാക്കും. ശ്മശാനത്തിന്റെ പേരിൽ ദുഷ്പ്രചരണം നടത്തുന്നത് ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ ദുരുദ്ദേശപരമാണ്. വിവരാവകാശ മറുപടിയിൽ ശ്മശാനം ഇല്ല എന്ന് ജീവനക്കാർ നൽകിയ വിവരം തെറ്റാണ്. തെറ്റ് മനസ്സിലാക്കി ഉടൻ തങ്ങൾ ഇത് തിരുത്തിയിട്ടുണ്ട്. ഗോദീശ്വരം ശ്മശാനം നഗരസഭയ്ക്ക് പുറമേയുള്ളവർക്ക് വിലക്കിയതോടെയാണ് ശ്മശാന പ്രശ്നം രൂക്ഷമായത്. അന്നു മുതൽ ഗ്രാമപഞ്ചായത്ത് ഗൌരവത്തോടെ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KT മുരളീധരൻ, തൈത്തോടൻ ചന്ദ്രമതി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ പരിധിയിൽ 8 ലക്ഷം രൂപ ചെലവിട്ട് നടുവട്ടം തേജസ് അങ്കണവാടിക്ക് സ്വന്തമായി കെട്ടിടമൊരുങ്ങി. നടുവട്ടം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളപ്പിലെ 3 സെന്റ് ഭൂമിയിലാണ് അങ്കണവാടി നിർമ്മിച്ചത്. 2007 പ്രവർത്തനം ആരംഭിച്ച അങ്കണവാടി ഇക്കാലമത്രയും ശോച്യാവസ്ഥയിലുള്ള വാടക ഷെഡിൽ ആയിരുന്നു. ശോച്യാവസ്ഥയിലുള്ള വാടക ഷെഡിൽ നിന്നു നടുവട്ടം തേജസ് അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് മോചനമാകുന്നു. കോർപ്പറേഷൻ പദ്ധതിയിൽ 8 ലക്ഷം രൂപ ചെലവിട്ട് അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമൊരുങ്ങി. നടുവട്ടം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വളപ്പിലെ 3 സെന്റ് ഭൂമിയിലാണ് അങ്കണവാടി നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൽ വൈദ്യുതീകരണം, ചുറ്റുമതിൽ, ഇന്റർലോക്ക് പാകൽ, മൂത്രപ്പുര എന്നിവയാണ് ഇനി ബാക്കിയുള്ളത്. ഇതിനു നടപ്പുവർഷ പദ്ധതിയിൽ 3.5 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ ചെയ്തിട്ടുണ്ട്. പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും പണി പൂർത്തിയാക്കി പെട്ടെന്നു തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കൌൺസിലർ P. ജലജ പറഞ്ഞു. 2007 പ്രവർത്തനം ആരംഭിച്ച അങ്കണവാടി ഇക്കാലമത്രയും വാടക ഷെഡിലായിരുന്നു പ്രവർത്തനം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനു സമീപത്തെ കുടിസുമുറിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിൽ നിന്നു തിരിയാനിടമില്ലാത്ത അവസ്ഥയാണ്. മൂത്രപ്പുരയും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ല. ആകെയുള്ള 18 കുട്ടികളും ഒന്നിച്ചെത്തിയാൽ സ്ഥിതി പരിതാപകരമാണ്. കളിയുപകരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും എല്ലാം മുറിയിൽ അടുക്കി വച്ചിരിക്കുകയാണ്. അങ്കണവാടിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ വെൽഫെയർ കമ്മിറ്റി നേതൃത്വത്തിൽ കോർപ്പറേഷൻ അധികൃതർക്കു നിവേദനം നൽകിയിരുന്നു. ഇതുപ്രകാരമാണ് കെട്ടിട നിർമ്മാണ പദ്ധതി ആസൂത്രണം ചെയ്തത്. പുതിയ കെട്ടിടം ഉപയോഗപ്രദമാകുന്നതോടെ തേജസ്സിലെ കുട്ടികൾക്ക് ദുരിതത്തിൽ നിന്നു കരകയറാനാകും. വടകര ശ്രീനാരായണ നഗറിലെ BOT കെട്ടിട നിർമ്മാണ വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ ആരോപണമുന്നയിക്കുന്ന UDF വികസന വിരോധികളാണെന്ന് LDF. കെട്ടിട മാഫിയകളുടെ താൽപര്യമാണ് UDF സംരക്ഷിക്കുന്നത്. കേരളത്തിലെ പട്ടണങ്ങൾക്ക് മാതൃകയാവുന്ന പദ്ധതി തടയുക എന്നത് കെട്ടിട മാഫിയകളുടെ താൽപര്യമാണെന്നും അവർ പറഞ്ഞു. UDF പ്രചരണത്തിനെതിരെ LDF ഫെബ്രുവരി 26-നും 27-നും നഗരസഭയിൽ പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഒരു വികസന പദ്ധതി, ഈ ഒരു പദ്ധതി ഇതിനെ ബ്ലോക്ക് ആക്കുക എന്ന ഉദ്ദേശം തീർച്ചയായും ഇപ്പോൾ ഈ സമരപരിപാടിയുമായി പോകുന്ന UDFന് ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ശമ്പള വർധന ആവശ്യപ്പെട്ട് പാചകവാതക വിതരണ തൊഴിലാളികൾ നടുവട്ടം മണ്ടോടി ഭാരത് ഗ്യാസ് ഏജൻസി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ദിവസം 280 രൂപയുള്ള വേതനം 500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് പാചകവാതക വിതരണ തൊഴിലാളികൾ നടുവട്ടം മണ്ടോടി ഭാരത് ഗ്യാസ് ഏജൻസി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ദിവസം 280 രൂപയുള്ള വേതനം 500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. 2009 മിനിമം വേതന ചട്ടപ്രകാരമാണ് ഇപ്പോഴും പാചകവാതക വിതരണ തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതെന്നും ഇതിനുശേഷം ഏജൻസികളുടെ സിലിണ്ടർ കമ്മീഷൻ 200% ഡെലിവറി ചാർജ് ഇരട്ടിയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. ഡെലിവറി ചാർജ് ഇനത്തിൽ 100% വർധനവും കമ്മീഷൻ ഇനത്തിൽ 200% വർധനവും ലഭിച്ചിട്ട് തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ഈ മാനേജ്മെന്റിനെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങളിവിടെ നടപ്പിലാക്കിയത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കണ്ടവർ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ സമരമുറ മാറ്റി ഗ്യാസ് ഏജൻസി സ്തംഭിക്കുന്നതുൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണെന്ന്. വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 1 മുതൽ യൂണിയൻ നേതൃത്വത്തിൽ ഫറോക്ക് മേഖലയിലെ 5 ഗ്യാസ് ഏജൻസി മാനേജ്മെന്റുകൾക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയിരുന്നു. 1.5 മാസം മുൻപ് നൽകിയ നോട്ടീസിൽ 3 വട്ടം ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. തുടർന്നാണ് 100ഓളം വരുന്ന തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശമ്പള വർധന നടപ്പിലാക്കാൻ മാനേജ്മെന്റുകൾ തയ്യാറായിട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് തൊഴിലാളികൾ. പ്രതിഷേധ മാർച്ചിന് സംയുക്ത സമരസമിതി ചെയർമാൻ KK അൻവർ അലി, കൺവീനർ P. സുബ്രഹ്മണ്യൻ,
അബ്ദുൾ ലത്തീഫ്, KP ഷാജു, P അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ഷിബിൻ കൊലക്കേസിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടകര റൂറൽ SP ഓഫീസിലേക്ക് CPIM നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TP രാമകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വടകര റൂറൽ SP ഓഫീസിലേക്ക് CPIM നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. തൂണേരി വെള്ളൂരിൽ മുസ്ലിം ലീഗുകാർ കൊല ചെയ്ത CK ഷിബിന്റെ മുഴുവൻ ഘാതകരെയും അറസ്റ്റ് ചെയ്യുക, കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക, അക്രമ സംഭവങ്ങളിൽ നിരപരാധികളെ വേട്ടയാടുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. ലീഗ് ക്രിമിനലുകൾക്കും കൊലയാളികൾക്കും ഒത്താശ ചെയ്യുന്ന റൂറൽ SP PH അഷ്റഫിനെ മാറ്റി നിർത്തണമെന്നായിരുന്നു മാർച്ചിന്റെ പ്രധാന ആവശ്യം. മാർച്ച് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞ ലീഗ് നേതാക്കൾ തെയ്യമ്പാടി ഇസ്മായിൽ ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, C ഭാസ്കരൻ, അഡ്വക്കേറ്റ് P സതിദേവി, KP കുഞ്ഞാമുതുകുട്ടി, VP കുഞ്ഞികൃഷ്ണൻ, KK ലതിക, CH ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P വിശ്വൻ, K ശ്രീധരൻ, KT കുഞ്ഞിക്കണ്ണൻ, TK കുഞ്ഞിരാമൻ, KK ദിനേശൻ, R ഗോപാലൻ, ഒഞ്ചിയം ഏരിയ സെക്രട്ടറി EM ദയാനന്ദൻ, വടകര ഏരിയ സെക്രട്ടറി PK ദിവാകരൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നാദാപുരം, കുന്നുമ്മൽ, ഒഞ്ചിയം, വടകര ഏരിയകളിൽ നിന്നുള്ള പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. വടകര ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതുപ്പണത്തെ SP ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. കോർപ്പറേഷൻ സാക്ഷരതാ മിഷൻ തുടർ വിദ്യാഭ്യാസ കലോത്സവം നടന്നു. SK പൊറ്റക്കാട്ട് ഹാളിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ പരിധിയിലെ 4, 7, 10 തുല്യതാ പഠിതാക്കൾ വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ J പ്രസാദ് സമ്മാനദാനം നിർവഹിച്ചു. കോർപ്പറേഷൻ സാക്ഷരതാ മിഷൻ തുടർ വിദ്യാഭ്യാസ കലോത്സവം മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പരിധിയിലെ തുല്യതാ പഠിതാക്കൾ വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുത്തു. 4ാം തരം തുല്യതാ വിഭാഗത്തിൽ വായന, കയ്യെഴുത്ത്, കവിതാരചന എന്നിവയിൽ ദേവസിക്കുട്ടിയും, 7ാം തരം തുല്യതാ വിഭാഗത്തിൽ കവിത, ലളിതഗാനം, പ്രസംഗം, പ്രബന്ധം എന്നിവയിൽ PP കോയ, മാപ്പിളപ്പാട്ടിൽ ഹനീഫ എന്നിവരും 1ാം സമ്മാനം നേടി. 10ാം തരം തുല്യതാ വിഭാഗത്തിൽ കഥാരചനയിൽ K ഫാസിലും, കവിതാരചനയിൽ ബാബു രാജൻ, നാടൻപാട്ടിൽ സുബൈർ, ലളിതഗാനം മത്സരത്തിൽ സൂരജ്, മാപ്പിളപ്പാട്ടിൽ റഹീന, പ്രശ്നവേഷത്തിൽ ജയരാജൻ, നാടോടി നൃത്തത്തിൽ ബിപിന, ഒപ്പനയിൽ റഹീന ആൻഡ് പാർട്ടി എന്നിവർ 1ാം സ്ഥാനം നേടി. ഗ്രൂപ്പ് ഇനത്തിൽ ദേശഭക്തി ഗാനത്തിൽ ജഗദീശൻ ആൻഡ് പാർട്ടി, നാടൻപാട്ടിൽ റഹീന ആൻഡ് പാർട്ടി, സമൂഹഗാനത്തിൽ പ്രജോഷ് ആൻഡ് പാർട്ടിയും 1ാം സ്ഥാനത്തെത്തി. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ J പ്രസാദ് സമ്മാനദാനം നടത്തി. കോർപ്പറേഷൻ സെക്രട്ടറി PK ബാലരാജ് സ്വാഗതവും കോർപ്പറേഷൻ സാക്ഷരതാ മിഷൻ കൺവീനർ K സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥ നികുതി വരുമാനത്തെ ബാധിച്ചതായി ആദായ നികുതി കമ്മീഷണർ PN ദേവദാസ്. സെൻട്രൽ എക്സൈസ് ദിനാഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണലും മെറ്റലും കിട്ടാത്തതിനാൽ കെട്ടിട നിർമ്മാണ മേഖലയിലുണ്ടായ സ്തംഭനാവസ്ഥ നികുതി വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ആദായ നികുതി കമ്മീഷണർ PN ദേവദാസ് പറഞ്ഞു. സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, സേവന നികുതി വിഭാഗങ്ങൾ ഉൾപ്പെട്ട കോഴിക്കോട് കമ്മീഷണറേറ്റിന്റെ സെൻട്രൽ എക്സൈസ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെട്ടിട നിർമ്മാണം നടക്കാത്തതുകൊണ്ടുള്ള തൊഴിൽ നഷ്ടമാണ് നികുതി വരുമാനത്തെ സാരമായി ബാധിച്ചത്. ഇത് മറികടക്കാൻ ഭവന വായ്പയ്ക്ക് അധിക നികുതി ഇളവ് നൽകണമെന്ന ശുപാർശ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ശുപാർശ നടപ്പായാൽ കൂടുതൽ പേർ വായ്പയെടുത്ത് വീടുകൾ നിർമ്മിക്കുകയും നിർമ്മാണ മേഖല സജീവമാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ.
നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഭീകരരെ പോലെയാണ് പലരും കാണുന്നത്. നികുതിയില്ലാതെ സർക്കാരിനും ജനതയ്ക്കും നിലനിൽക്കാൻ കഴിയില്ലെന്നും ഓർക്കണം. PN ദേവദാസ് പറഞ്ഞു. സെൻട്രൽ എക്സൈസ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ AK സക്സേന അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർമാരായ PN റഷീദ് അലി, മായ കൃഷ്ണൻകുട്ടി, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, കോഴിക്കോട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് EV വിശ്വംഭരൻ, മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് C മോഹനൻ, കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് P ഗംഗാധരൻ, ICICI കോഴിക്കോട് ശാഖാ മാനേജർ TN സുജിത്ത് എന്നിവർ സംസാരിച്ചു. ഇനി ഉത്സവ വാർത്തകൾ. നോർത്ത് ബേപ്പൂർ നടുവട്ടം തോണിച്ചർ റോഡ് മങ്ങന്തറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു. മണ്ണൂർ ശ്രീ സുകുമാരൻ ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, കലശം, കാവുണർത്തൽ, കലശം പുറപ്പാട്, മധ്യാഹ്ന പൂജ, ആണ്ടിപൂജ, കലശം എഴുന്നള്ളത്ത്, പ്രസാദൂട്ട്, വെള്ളാട്ട്, ദീപാരാധന, താലപ്പൊലി, തിറകൾ, ഗുരുതി എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വെള്ളായിക്കോട്ട് ക്ഷേത്രത്തിൽ നിന്നും നടന്ന ആഘോഷവരവിൽ നിരവധി സ്ത്രീകൾ അണിചേർന്നു. തുടർന്ന് വെടിക്കെട്ടോടുകൂടി ആഘോഷവരവ് സമാപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ M നാരായണൻ, M ജയരാജൻ, M സുന്ദരൻ, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ M ഗണേശൻ, KB ബിനു, K രാജേന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊയിലാണ്ടി മണിയേടത്ത് പറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെ ഉത്സവാഘോഷങ്ങൾ നടക്കും. കാലത്ത് കൊടിയേറ്റത്തോടുകൂടി ഉത്സവാഘോഷത്തിന് തുടക്കമായി. ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീബലി എഴുന്നള്ളത്ത്, കഴകം വരവ്, സർപ്പബലി എന്നിവ ആദ്യ ദിനം നടക്കും. മാർച്ച് 1 ആഘോഷവരവ്, താലപ്പൊലി എഴുന്നള്ളത്ത്, തിറകൾ, നാന്തകം എഴുന്നള്ളത്ത് തുടങ്ങിയ ക്ഷേത്രകലകളോടുകൂടി സമാപിക്കും. ഗാനമേള, നൃത്താഞ്ജലി, ഗാനാമൃതം തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ജില്ലയിലുള്ള HIV/AIDS ബാധിതരായവരെ ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുകയും അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് CPK+. PL HIV-യുടെ കുട്ടികൾക്ക് വേണ്ടിവരുന്ന പഠനോപകരണങ്ങൾ, സ്കോളർഷിപ്പ്, സ്പോൺസർഷിപ്പ് എന്നിവ ലഭ്യമാക്കി തരിക, PL HIV വിധവകളായ സ്ത്രീകൾക്ക് ആവശ്യമായ സ്വയം തൊഴിൽ പരിശീലനവും സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാക്കി തരിക എന്നീ ആവശ്യങ്ങളും സംഘടന സർക്കാരിന്റെ മുന്നിൽ വയ്ക്കുമെന്നും സാരഥികൾ പറഞ്ഞു. വനിതാ പത്രപ്രവർത്തകരുടെ അഖിലേന്ത്യാ കൂട്ടായ്മയായ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇന്ത്യ കേരളയുടെ ആഭിമുഖ്യത്തിൽ നാടകം അവതരിപ്പിക്കുന്നു. നാടക സൌഹൃദം തൃശൂർ അവതരിപ്പിക്കുന്ന തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി 28 വൈകുന്നേരം 6 മണിക്ക് അരങ്ങേറും. പ്രവേശനം സൌജന്യമായിരിക്കുമെന്നും NWMI ജില്ലാ കോർഡിനേറ്റർമാരായ രജി R നായർ, ചിത്ര അജിത്ത് എന്നിവർ പറഞ്ഞു. കാലിക്കറ്റ് ന്യൂ മിസ്മാറ്റിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോയിൻ ഫെസ്റ്റ് 2015 എന്ന നാണയ കറൻസി മെഡൽ പ്രദർശനം കോഴിക്കോട് കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ നടക്കും. പൌരാണിക കാലം തൊട്ടുള്ള വളരെ അപൂർവമായ വിവിധതരം നാണയങ്ങളും കറൻസികളും മെഡലുകളും 3 ദിവസത്തെ പ്രദർശനത്തിലുണ്ടായിരിക്കും. പ്രദർശനം തീർത്തും സൌജന്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപക മേഖല ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ. വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്ത്യൻ സ്ത്രീത്വം അനുഭവിക്കുന്നതെന്ന് KK ശൈലജ. സ്ത്രീ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് മനുഷ്യച്ചങ്ങല. BSNL അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പൌരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ,